വോയിസ് ലക്ഷറിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര പോയതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ബാംഗ്ലൂർ എയർപോർട്ടിനകത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. വരിവരിയായി പ്ലെയിൻ നിൽക്കുന്നതും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ചില പ്ലെയിനുകൾ വന്ന് റൺവേയിലേക്ക് ഇറങ്ങുന്നതും അതേപോലെ തന്നെ ആ റൺവേയിൽ തന്നെ വേറെ ചില പ്ലെയിനുകൾ ഇവിടെ വരിയായി നിന്നതിന് ശേഷം 1 by 1 ആയിട്ട് റൺവേയിൽ കൂടെ പറന്നു പോകുന്നതുമായ മനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും എയർപോർട്ടിലേക്ക് അധികം പോകാത്തതും പ്ലെയിനിൽ യാത്ര ചെയ്യാത്തതുമായ ആൾക്കാർക്കാണ് ഈ ഒരു വീഡിയോ കൗതുകമായി തോന്നുക. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഡെയിലി കാണുന്നതായിരിക്കാം, അവർ യാത്ര ചെയ്യുമ്പോൾ കണ്ടതുമായിരിക്കാം. എന്നാലും ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റൺവേയിലേക്ക് പറന്നിറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതേപോലെ തന്നെ ആ റൺവേയിലേക്ക് തന്നെ പറന്നിറങ്ങുന്നതും പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് പറന്ന് പൊങ്ങുന്നതുമായ മനോഹരമായ കാഴ്ചകൾ കാണാം. വ്യത്യസ്ത ഇനം പ്ലെയിനുകൾ, വ്യത്യസ്ത നിറത്തിലും വ്യത്യസ്ത വലിപ്പത്തിലുമുള്ള പ്ലെയിനുകൾ വരുന്നതും കാണാം. ആ ഒരു റൺവേയിലേക്കാണ് ഞങ്ങളുടെ വിമാനവും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രാക്കിലൂടെ ഞങ്ങൾ പോയതിന് ശേഷം ആ റൺവേയിലേക്ക് ടേൺ ചെയ്യുന്ന ഒരു സമയമുണ്ട്. ടേൺ ചെയ്യുന്ന സമയത്താണ് ഞങ്ങളുടെ പിറകിലും ഇതേപോലെ കുറേ പ്ലെയിനുകൾ നിൽക്കുന്നു എന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. അതുവരേക്കും ഞാൻ ഈ മറ്റേ റൺവേയിൽ കൂടെ പല പ്ലെയിനുകൾ വന്നിറങ്ങുന്നതും അവിടെ നിന്നും പറന്നു പോകുന്നതുമായ മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നമ്മൾ സിഗ്നലിൽ നിൽക്കുന്ന പോലെ ഞങ്ങളുടെ പ്ലെയിൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. കാരണം അപ്പുറത്തു നിന്നും റൺവേയിലേക്ക് മറ്റ് പ്ലെയിനുകൾ പറന്നിറങ്ങുന്നുണ്ട്. ഇതായത് ഈ ടേണിങ്ങിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഒരു പ്ലെയിൻ അതുവഴി പോകുന്നത് കാണുന്നല്ലേ. ആ ഒരു ടേണിങ്ങിലൂടെ ഞങ്ങളുടെ പ്ലെയിനും ഇനി മടങ്ങി പോകേണ്ടതാണ്. ആ പ്ലെയിൻ ഇപ്പോൾ അവിടെ നിന്ന് പറന്ന് പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തത് ഞങ്ങളുടെ ഊഴമാണ്. ഞങ്ങളുടെ പ്ലെയിന് അങ്ങോട്ട് റൺവേയിലേക്ക് കയറാൻ വേണ്ടി ഈ ഒരു ടേൺ ചെയ്ത സമയത്താണ് പുറകിലെ പ്ലെയിൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോഴത്തേക്കും പുറകിൽ നല്ല വരിയായിട്ട് കുറേ പ്ലെയിനുകളുണ്ട് കേട്ടോ. ഇനിയും പ്ലെയിനുകൾ വരാനുണ്ട്. അതിപ്പോൾ ഇങ്ങനെ ടേൺ ചെയ്തതിന് ശേഷമാണ് ഞാനത് കണ്ടത്. ഇനിയിപ്പോൾ റൺവേയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്ലെയിനുകൾ വന്ന് പറന്നിറങ്ങുന്നതൊക്കെ നമുക്ക് ഇനിയും കാണാൻ സാധിക്കും. കുറച്ച് ദൂരെ നിന്നും വേറൊരു പ്ലെയിൻ വരുന്നത് കാണുന്നുണ്ട്.